ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ലിങ്ക് റോഡ്, വടകര. വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ. പണിക്കൂലിയിൽ 50% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. പാലയാട് ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ KP കുഞ്ഞമ്മദ്കുട്ടി MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2018 കാലവർഷക്കെടുതിയിൽ ആൽമരം കടപുഴകി വീണെ കെട്ടിടവും പുസ്തകങ്ങളും നഷ്ടപ്പെട്ടതോടെയാണ് കഴിഞ്ഞ 40 വർഷക്കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ഗ്രന്ഥാലയത്തിന് MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഈ ഘട്ടത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ലഭിച്ച 3 ലക്ഷം രൂപ കൂടി വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. വിലയ്ക്ക് വാങ്ങിയ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിട ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി ഗ്രാമോത്സവം എന്ന പേരിൽ 4 അനുബന്ധ പരിപാടികൾ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രദേശത്തെ കുട്ടികളും സ്ത്രീകളും അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും. നാളെ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ് അധ്യക്ഷത വഹിക്കും. പ്രാദേശിക രചനകളും സൃഷ്ടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സ്മരണികയുടെ പ്രകാശന കർമ്മം യുവ എഴുത്തുകാരി ശ്യാമിലി പ്രവീൺ MT നിർവഹിക്കും. ചടങ്ങിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ E. നാരായണൻ മാസ്റ്റർ, കൺവീനർ KK രാജേഷ്, TC സജീവൻ, TP ശോഭന, CH ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. 1982 മണിയൂർ പഞ്ചായത്തിലെ പാലയാട് ദേശീയ വായനശാല രൂപം കൊള്ളുന്നു. ശേഷം 1985 ലൈബ്രറി കൗൺസിൽ അഫിലിയേഷൻ ലഭിച്ചു. കഴിഞ്ഞ 40-ലേറെ വർഷക്കാലമായി പാലയാട് പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വായനശാലയാണ് പാലയാട് ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം. ആദ്യകാലങ്ങളിൽ വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചു വന്ന വായനശാലയായിരുന്നു. പക്ഷേ വാടക കെട്ടിടങ്ങളിൽ മാത്രം പ്രവർത്തിച്ച ഒരു ദുരനുഭവം ഉള്ള വായനശാല കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിലെ പാലയാട് ദേശീയ വായനശാല. എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തിൽ 22 വായനശാലകളാണ് മൊത്തത്തിലുള്ളത്. 21 വാർഡിൽ 22 വായനശാലകളാണ് പ്രവർത്തിക്കുന്നത്. പുസ്തക ശേഖരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വായനശാലയെ സംബന്ധിച്ചിടത്തോളം വലിയ പുസ്തക ശേഖരമുള്ള വായനശാലയായിരുന്നു. അതിനിടയിലാണ് 2018 ഉണ്ടായ പ്രളയത്തോടനുബന്ധിച്ച് പാലയാട് അരയാക്കുൽ എന്ന പേരുള്ള സ്ഥലം, ഇപ്പം പാലയാട് നട എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു പടുകൂറ്റൻ അരയാൽ ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ കടപുഴകി വീണു. ലൈബ്രറിക്ക് ഉണ്ടായിരുന്ന പുസ്തക ശേഖരം, ഫർണിച്ചറും ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം നശിച്ചു പോയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പുതിയൊരു കെട്ടിടത്തിനെ പറ്റി സജീവമായി ആലോചിക്കുന്നത്. അങ്ങനെ ആദ്യം ഒരു കെട്ടിട നിർമ്മാണ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, അത് വിപുലമായി പോയി. പിന്നീട് 2021 പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുമാന്യനായ കുറ്റ്യാടി MLA അധികാരത്തിൽ എത്തിയ ആ വേളയിൽ തന്നെ 2021 കാലഘട്ടത്തിൽ പ്രാദേശികമായി വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു യോഗത്തിൽ വെച്ചാണ് ഞങ്ങളുടെ ലൈബ്രറി പ്രതിനിധികൾ ഇത്തരത്തിലൊരു ആവശ്യം MLAക്ക് മുമ്പ് വെക്കുന്നത്. ഉടൻ തന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ MLA 15 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നാണ് ഇത്തരത്തിൽ 15 ലക്ഷം രൂപ അദ്ദേഹം അനുവദിച്ചിട്ടുള്ളത്.